ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അങ്കത്തട്ട് പുൽവാമ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി ആന്റണി MP. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ BJP എന്തും ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് പുൽവാമ ആക്രമണം. കേന്ദ്രം അറിയാതെ പുൽവാമയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ലെന്നും 42 ജവാന്മാരുടെ ജീവൻ കേന്ദ്രം ബലി കൊടുത്തതാണെന്നും ആന്റണി പത്തനംതിട്ടയിൽ പറഞ്ഞു. അന്നത്തെ കാശ്മീർ ഗവൺമെന്റ് സത്യപാൽ മാലിക് അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം, അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട്. ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല. ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി ഈ റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ പേർ BJPയിൽ ചേരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നാളെ തിരുവനന്തപുരത്ത് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ BJP അംഗത്വമെടുക്കും. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിൽ നിന്നുള്ളവരും BJPയിൽ എത്തുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും LDFിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കക്ഷി, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന